स्वार्थवश आपस में न लड़ते भिड़ते तो अंग्रेजी ताकत कितनी भी बड़ी थी, वो अंग्रेजी ताकत इतने वर्षों तक हमको सताती रही। हम नहीं है तो वो हो नहीं सकते। तब तो अगर ये अंग्रेजों के लिए सच्चा था तो आज तो वो भी सच्चा ही है। तो ऊपर अगर बिगड़ गया है तो उसमें मैं ये नतीजा पर आ जाता हूँ कि हम बिगड़े। ഇന്ന് ഒക്ടോബർ 2. തൻ്റെ കാഴ്ചപ്പാടുകളും ജീവിതവും കൊണ്ട് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളെ സ്വാധീനിച്ച മഹത് വ്യക്തിയുടെ ജന്മദിനം. പകരക്കാരോ സമാനരോ ഇല്ലാത്ത മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുകയാണ് നമ്മളിന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജി നൽകിയ സംഭാവനകൾ ഏറെയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഭാരതം എന്ന മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായി. ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഹിംസയിലൂടെ ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളുടെ അംഗീകാരമായിരുന്നു ഇത്. വർഷങ്ങൾക്കിപ്പുറം ഇന്നും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും പ്രതീകമായി ഗാന്ധിജി നിലകൊള്ളുകയാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ആയിരക്കണക്കിന് നിർധനരുടെ കുടിലുകളുടെ ഉമ്മറത്ത് അവരിലൊരാളെ പോലെ വസ്ത്രം ധരിച്ച് അദ്ദേഹം ചെന്നു നിന്നു. അവരുടെ ഭാഷയിൽ അവരോട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതോ ജീവനുള്ള സത്യമായിരുന്നു. ഇക്കാരണത്താൽ അദ്ദേഹത്തിന് ഭാരതത്തിലെ ജനങ്ങൾ നൽകിയ മഹാത്മാ എന്ന ബിരുദം അദ്ദേഹത്തിൻ്റെ ശരിയായ പേരായി തീർന്നു. എല്ലാ ഭാരതീയരും തൻ്റെ മാംസവും രക്തവുമാണെന്ന് അദ്ദേഹത്തെ പോലെ അനുഭവിച്ചറിഞ്ഞ വേറെ ഏതൊരാളുണ്ട്? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഗാന്ധി ജയന്തി ആശംസകൾ.